ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കണ്ടക്ടേഴ്സിനെ കുറിച്ചും അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ടക്ടേഴ്സിൻ്റെ വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ഇൻഡ്യൂസ്ഡ് ചാർജസ് ഇൻ എ കണ്ടക്ടർ ആൻഡ് എഫക്റ്റീവ് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടറിൽ നമുക്കറിയാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിൻ്റെ പുറത്ത് നമ്മളതൊരു പോസിറ്റീവ് ക്യൂ ചാർജ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനോട് അടുത്ത് കണ്ടക്ടറിൻ്റെ അടുത്ത ഭാഗത്ത് നെഗറ്റീവ് ചാർജസ് ഓറിയൻ്റ് ആവുകയും ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജ് ഓറിയൻ്റ് ആവുകയും ചെയ്യും. ഈ നമ്മൾ പുറത്ത് വെച്ച ചാർജും ഈ സൈഡിലത്തെ നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ പ്ലസ് ക്യൂവും കണ്ടക്ടറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അലൈൻ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് r' ആയിട്ട് നമ്മൾ കരുതുക. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ് ആവുന്ന ഫോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് അല്ലേ. അപ്പം ഈ ഒരു ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സിനെക്കാട്ടും കുറവായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ഈ r' ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. വെൻ എ ചാർജ് ക്യൂ ഈസ് കെപ്റ്റ് നിയർ എ കണ്ടക്ടർ, equal amount of negative charges are induced on the nearer side of the conductor and equal amount of positive charges on the other side of the conductor. അതായത് നമ്മളൊരു പോസിറ്റീവ് ക്യൂ ചാർജ് ഒരു കണ്ടക്ടറിൻ്റെ അടുത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ ചാർജിൻ്റെ അടുത്ത് നിൽക്കുന്ന കണ്ടക്ടർ സൈഡിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുകയും ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അക്കോർഡിംഗ് ടു കൂളോംസ് ലോ, force of interaction between two charges is inversely proportional to the square of the distance between two charges. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂളോംസ് ലോ പ്രകാരം രണ്ട് ഈക്വൽ സൈൻ ഓപ്പോസിറ്റ് ചാർജസ് ഇടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് കൂളോംസ് ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഹിയർ ഇറ്റ് ഈസ് clear that the force of interaction between external charges plus q and induced negative charges inside the conductor is greater than the force of interaction between plus q and induced positive charges inside the conductor. അതായത് പുറത്തുള്ള ഈ പ്ലസ് ക്യൂവും കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഫോഴ്സ് ആയിരിക്കും ഈ പുറത്തുള്ള പ്ലസ് ക്യൂവും ഇൻഡ്യൂസ്ഡ് പോസിറ്റീവ് ചാർജും തമ്മിലുള്ള ഫോഴ്സിനെക്കാട്ടും കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, സോ ദർ വിൽ ബി നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എക്സ്റ്റേണൽ ചാർജ് ആൻഡ് ദ ഇലക്ട്രിക് കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളൂ. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പൊ കണ്ടക്ടറിലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് കണ്ടക്ടർ വിത്ത് എ ക്യാവിറ്റി ഹാവിങ് ആൻ ഇലക്ട്രിക് ചാർജ്. ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഇലക്ട്രിക് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ നടുവിൽ എന്തുണ്ട്? ഒരു ക്യാവിറ്റി ഉണ്ട്. അവിടെ നമ്മൾ പ്ലസ് ക്യൂ പോസിറ്റീവ് ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? നെഗറ്റീവ് ചാർജ് അലൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? പോസിറ്റീവ് ചാർജ് അലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് പോലെ തന്നെ. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജും ക്യാവിറ്റീൻ്റെയും പുറത്തു കൂടെ നമ്മളൊരു ഗോസിയൻ സർഫേസ് ഇമേജിൻ ചെയ്യാം. ഓക്കെ, ഫീൽഡ് ഇൻസൈഡ് എൻ ഇലക്ട്രിക് കണ്ടക്ടർ ഇ ഇൻ ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം ഒരു ഇലക്ട്രിക് കണ്ടക്ടറിന്റെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും അല്ലേ. When a charge Q is kept inside the cavity, negative charges will be induced on the inner surface of the cavity. നമ്മളിവിടെ ഒരു പോസിറ്റീവ് ചാർജ് ക്യാവിറ്റിയിൽ വെക്കുന്ന സമയത്ത് അതിനോട് അടുത്തുള്ള കണ്ടക്ടറിന്റെ സൈഡിലെ നെഗറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ചെയ്യും. Consequently, positive charges will be induced on the outer surface of the conductor. ഇവിടെ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്തത് കൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ എന്താവും? പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഈ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ ഔട്ടർ സർഫേസ് ആണ്. ഓക്കെ, സോ ദ പ്രസൻസ് ഓഫ് എനി കൈൻഡ് ഓഫ് ചാർജസ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് ദ കണ്ടക്ടർ വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഔട്ട്സൈഡ് വേൾഡ് ത്രൂ പ്രസൻസ് ഓഫ് സെയിം കൈൻഡ് ഓഫ് ചാർജസ് ഓൺ ദ ഔട്ടർ സർഫേസ് ഓഫ് ദ കണ്ടക്ടർ. So consider a Gaussian surface that encloses the cavity inside the conductor. Then applying Gauss's law, we get
അതായത് ഈ ക്യാവിറ്റിയും ഈ നെഗറ്റീവ് ചാർജും ഒക്കെ ഉൾപ്പെടുത്തി ഒരു ഗോസിയൻ സർഫേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന് ശേഷം നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യുക? ഗോസസ് ലോ അപ്ലൈ ചെയ്യുക. സോ സർഫസ് ഇൻ്റഗ്രൽ ഇ ഇൻ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ ആപ്സിലോൺ 0. നമുക്കറിയാം ഗോസസ് ലോ പ്രകാരം സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ എന്താണ്? ക്യൂ എൻക്ലോസ്ഡ് ബൈ ആപ്സിലോൺ 0 അല്ലേ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ 0 ആണ് അല്ലേ. അപ്പോൾ ക്യൂ എൻക്ലോസ്ഡ് ബൈ ആപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ എൻക്ലോസ്ഡ് എന്തായിരിക്കും? 0 ആയിരിക്കും, കാരണം ആപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണല്ലോ. From the figure 46, it is clear that charge enclosed by the Gaussian surface Q enclosed is equal to Q plus Q induced. അതായത് ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ചാർജ് Q പ്ലസ് ഇൻഡ്യൂസ് ചെയ്ത ചാർജ് അല്ലേ, അത് രണ്ടും എന്തിന് ഈക്വൽ ആണ്? 0ന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ Q induced is equal to മൈനസ് Q എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കണ്ടക്ടറിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഫോഴ്സ് ഓൺ ദ സർഫേസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ഇതൊരു ചാർജ്ഡ് കണ്ടക്ടർ ആണെന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ E ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ തന്നെ ഈ കണ്ടക്ടറിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ആണ്. അതേപോലെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്, ഈ സർഫേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ആപ്സിലോൺ 0 ഇൻറ്റു എൻ ക്യാപ്പ് ആയിരിക്കും. ഓക്കെ, so the electric field E inside the conductor is 0. ഇവിടെ നമുക്കറിയാം ഈ കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ 0 ആണ് അല്ലേ. ഫോളോയിങ് ദ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ക്യാൻ ബി ടേക്കൻ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ചസ് ബൈ എൻ എമൗണ്ട് സിഗ്മ ബൈ ആപ്സിലോൺ 0 ത്രൂ എ സർഫേസ്. ഇവിടെ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ സർഫേസിൽ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ ആപ്സിലോൺ 0 വാല്യൂ വെച്ചിട്ടാണ് ചേഞ്ച് ആവുന്നത്. സോ ഇൻ ദിസ് കേസ്, അതായത് ഇവിടെ ഔട്ട്സൈഡ് ദ കണ്ടക്ടർ അല്ലേ, ഔട്ട്സൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് E, ദാറ്റ് മീൻസ് E ഔട്ട് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ആപ്സിലോൺ 0 ഇൻറ്റു എൻ ക്യാപ്പ്. നമ്മൾ ബൗണ്ടറി കണ്ടീഷനിൽ കണ്ടുപിടിച്ച കാര്യമാണ് അല്ലേ. ഇവിടെ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ അലോങ് ദ നോർമൽ ടു ദ സർഫേസ് ഓഫ് ദ കണ്ടക്ടർ, അതാണ് എൻ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ പറയുമ്പോൾ ഡോ വി ബൈ ഡോ എൻ ഇസ് ഈക്വൽ ടു ഡെൽ വി ഡോട്ട് എൻ ക്യാപ്പ് എന്ന് നമുക്ക് എഴുതാം. പക്ഷെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രാഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ. സോ E ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഡെൽ വിക്ക് പകരം നമുക്ക് മൈനസ് E കൊടുക്കാമല്ലോ. അപ്പോൾ ഡോ വി ബൈ ഡോ എൻ ഈസ് ഈക്വൽ ടു മൈനസ് E ഡോട്ട് എൻ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ വേർ P ഈസ് കോൾഡ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഓൺ ദ സർഫേസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ P ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2 ആപ്സിലോൺ 0 നമുക്കറിയാം. അതിനോട് നമ്മൾ ആപ്സിലോൺ 0 ബൈ ആപ്സിലോൺ 0 ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നു ആ സമയത്ത്. എന്നിട്ട് ഇതിനെ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആപ്സിലോൺ 0 ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ ആപ്സിലോൺ 0 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ബട്ട് നമുക്കറിയാം സിഗ്മ ബൈ ആപ്സിലോൺ 0 ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് മീൻ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഇനി ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? E കൊടുക്കാം. അപ്പോൾ P ഈസ് ഈക്വൽ ടു ആപ്സിലോൺ 0 E സ്ക്വയർ ബൈ 2 എന്ന് പറയും. ദിസ് ഇക്വേഷൻ ഗിവ്സ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ കണ്ടക്ടർ. എന്താണ്? ഒരു കണ്ടക്ടറിൻ്റെ സർഫേസിൽ ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് P ഈക്വൽ ടു ആപ്സിലോൺ 0 ഇൻറ്റു E സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് കണ്ടക്ടേഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ കണ്ടക്ടറിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസും അതിൻ്റെ ബിഹേവിയറും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ.